നമസ്കാരം. ഞാൻ ബാസിൽ സഫറാണ് കേട്ടോ. കഴിഞ്ഞ 2, 3 ദിവസമായിട്ട് ചർച്ചാ വിഷയമായിട്ടുള്ളത് നമ്മളെ ബസ്സിൽ ഒരാൾ യാത്ര ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ദീപക് ഏട്ടൻ. അദ്ദേഹം ഇപ്പോൾ ഇന്നലെ അദ്ദേഹം മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. ഇതിപ്പോൾ ഒരുപാടായി ഇതേപോലെ ഓരോ സ്ത്രീകൾ ബസ്സിൽ കയറും, എന്നിട്ട് അവർ ഇവിടെ തട്ടി അവിടെ തട്ടി എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ട് കണ്ട് 4 ആളടിയിൽ റീച്ചിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട് ഇത്. ഇതിനെതിരെ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ പ്രതികരിക്കാനും ഇന്ന് ആരുമില്ല. കാരണം മരിച്ചത് ഒരു പാവപ്പെട്ട ഒരു പുരുഷനാണ്. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫെമിനിസ്റ്റുകൾ ഉണ്ടായിരുന്നു, അവൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഹാഷ്ടാഗും എടുത്തുകൊണ്ടും വന്നിട്ട് അവരൊന്നും ഇത് കാണുന്നുണ്ടായിരിക്കില്ല. പോയപ്പോൾ ആ പാവപ്പെട്ട ഒരു കുടുംബത്തിന് പോയി. ഇനി ഇതേപോലുള്ള ഒരു പ്രവൃത്തി നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇനി സംഭവിക്കാതിരിക്കട്ടെ ഒരാൾക്കും. അതിനു വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള നിയമം തന്നെ വേണം. ഇവിടെ സ്ത്രീകൾക്ക് മാത്രമേ നീതിയുള്ളൂ, പുരുഷന്മാർക്കൊരു നീതിയില്ല. കാരണം പുരുഷന് ഒരു മാനുഷിക പരിഗണന പോലും ഇന്ന് ഇന്ത്യയിലില്ല. അതിൻ്റെ തെളിവാണിതെല്ലാം. ഇപ്പോൾ ആ വീഡിയോ ഇട്ട് വൈറലായ ആ സ്ത്രീ ഉണ്ടല്ലോ, അവളുടെ ലക്ഷ്യം തന്നെയാണ്, റീച്ചാണ്. ഇതിന് മുമ്പ് അവളെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് അവളെ അക്കൗണ്ട് കണ്ടാൽ മനസ്സിലാവും അവൾക്ക് ഫോളോവേഴ്സ് കുറവാണ്. ആ ഫോളോ ചെയ്ത മഹാന്മാരോടും മഹതികളോടും നമസ്കാരം. വളരെ നല്ലൊരു ഇതാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും ആ മരിച്ച ആളോടൊരു മാനുഷിക പരിഗണന ഉണ്ടെങ്കിൽ അവളെ അൺഫോളോ ചെയ്യുക. നിങ്ങളെക്കൊണ്ട് അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേപോലുള്ള ഇവൾക്ക് ഒരു ശിക്ഷ കൊണ്ടൊന്നും ആ മരിച്ച ആ കുടുംബത്തിനും ആൾക്കും ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിയമം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ബസ് പോകുന്ന പാവപ്പെട്ട സാധാരണ പുരുഷന്മാരോട് പറയാനുള്ളത്, ഒരിക്കലും നിങ്ങൾ ബസ്സിൽ പോകുമ്പോൾ ഇതേപോലുള്ള ദിക്കിലും തിരക്കിലും പോയി പെടാതിരിക്കുക. പിന്നെയുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളും ഇതേപോലെ തന്നെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുക. എന്നാലും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ കഴിയും. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാറിനോട് ഒരു അപേക്ഷയാണ്, എല്ലാ ബസ്സിലും CCTV നിർബന്ധമാക്കുക. ഓക്കെ, നന്ദി, നമസ്കാരം.